to believe we were burning on the edge of something beautiful, something beautiful. Selling a dream, smoking mirrors keep us waiting on a miracle, on a miracle. They go through the darkest of days, having to heartbreak away. Never let you go, never let me down. Oh, it's been a hell of a ride, driving the edge of a knife. Never let you go, never let me down. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. Don't you give up, nah, nah, nah. I won't give up, nah, nah, nah. Let me love you, let me love you. സ്നേഹപിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൽ ഫലമായി ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. 3 ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ ശിഷ്യന്മാരെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവളോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുമേ. യഹൂദൻ്റെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണങ്ങൾ വെള്ളം നിറയ്ക്കുവാൻ എന്നെ യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൂടി ചെല്ലുവാൻ നമ്മൾ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വിഞ്ഞയന്മാരെ ആ വെള്ളം വീഴ്ച നോക്കി അതെവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചയം അറിഞ്ഞിരുന്നു. അവൻ മണവെള്ളം വിളിച്ചു പറഞ്ഞു, എല്ലാവരും എത്ര വീഞ്ഞ് അതേ വിളമ്പുന്നു, അധികരുടെ കുറിച്ച് കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചുവല്ലോ. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങൾ ആരംഭമാണ്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം ശിഷ്യന്മാരെല്ലാം അവൻ വിശ്വസിച്ചു.
keep me company in the night. That's all I need, all I want is for you to stay a little longer now. With arms around me like a border, like the air I breathe. I'll let you in, keep me warm underneath my skin. 'Cause I'm giving in to your touch, I can never get enough. Diving deep into the ocean. You can be my safety zone, somewhere I can go and feel alone. That's all. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഏദേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം.
ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറിയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾ ആ ജീവിതം ആരംഭിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ അടുത്ത സ്നേഹം തോന്നുന്ന ഒരു നിമിഷങ്ങളാണ് എല്ലാവരും നിങ്ങൾ ഇപ്പോഴായിരിക്കുന്നത്. ഈ ഒരു സ്നേഹം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ, ഇതൊക്കെ കിട്ടുന്നതൊക്കെ കറക്റ്റ് ആകണം, മോതിരിടുന്നത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക്. ഇപ്പോൾ ഈ നടത്തുന്ന നമുക്കുണ്ട് ടെൻഷനൊക്കെ, കാരണം ഇതെല്ലാം കറക്റ്റ് എടുത്തു കൊടുക്കണം, കുറേ സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ. ഇപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ടെൻഷനൊക്കെ എനിക്കുമുണ്ട്. പക്ഷേ ഈ ടെൻഷനൊക്കെ മാറിയെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. ഈ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും
നിലനിൽക്കുവാൻ വേണ്ടി മാത്രമായി വലിയ പ്രസംഗങ്ങളൊന്നും പറയുന്നില്ല. രണ്ടേ കാര്യങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കാനായിലെ വിവാഹ വിരുന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ കാര്യം. അവിടെ ഒരു കുറവുണ്ടായി. എന്താണ്? വീഞ്ഞ് എന്നുള്ളത്, അല്ലേ? നിങ്ങളുടെ വിവാഹ ജീവിതം നിങ്ങളിവിടെ ആരംഭിക്കുന്ന സമയത്തും നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാകാം. നമ്മൾ രണ്ടുപേര് രണ്ട് കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്ന ഏതൊരാളും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും. ആ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവുകളെ നികത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ അവിടെ ചില സാന്നിധ്യങ്ങളുടെ ആവശ്യമുണ്ട്. നമ്മൾ വചനത്തിൽ വായിച്ച് കേൾക്കുന്ന ഒരു ഭാഗത്തിൽ ആദ്യം പ്രകാരമാണ് നാം കേൾക്കുന്നത്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അല്ലെങ്കിൽ പരിശുദ്ധ മറിയം അവിടെ ഉണ്ടായിരുന്നു. അമ്മയെ ആരും ക്ഷണിച്ചതായിട്ടൊന്നും പറയുന്നില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. നമ്മൾ എത്രയൊക്കെ ക്ഷണിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയോടായിരിക്കാം. അതുപോലെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മുടെ തന്നെ അമ്മയോടായിരിക്കും. അപ്പോൾ അമ്മയുടെ മാധ്യസ്ഥം എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആ സാന്നിധ്യത്തെ മറക്കാതിരിക്കുക. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾ ഈ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരേണ്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. അതാരാണ്? അത് മറ്റാരുമല്ല, ഈശോയും അല്ലെ അപ്പസ്തോലന്മാരും അല്ലെങ്കിൽ യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നാണ് വചനം പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഈ വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടേണ്ട ആദ്യത്തെ വ്യക്തി അത് മറ്റാരുമല്ല, യേശുക്രിസ്തുവിനെ തന്നെയാണ്. യേശുക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ട് പോയാൽ മാത്രമേ ഈ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. സമ്പത്ത്, സൗന്ദര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കണമെന്നില്ല. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നാൽ പോലും നിങ്ങളിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുറവിനെ പരിഹരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും സോഷ്യൽ മീഡിയസിലൊക്കെ ഇപ്പോൾ പുതിയ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ചില കഥകളിൽ അല്ലെങ്കിൽ സ്റ്റോറീസിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല, വീട്ടുകാർ ആലോചിച്ച് രണ്ടുപേരെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് രണ്ടുപേരെ കൈപിടിച്ച് നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ആ ദിനങ്ങൾ തന്നെ, വിവാഹത്തിൻ്റെ ദിനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ എന്തൊരു അസുഖമൊക്കെ പറ്റി ഒരു വിവാഹ ജീവിതത്തിൻ്റെതായിട്ടുള്ള യാതൊരു സന്തോഷവും സ്നേഹവും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ജീവിത പങ്കാളി മാറ്റപ്പെടുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ അവസരമുണ്ടായിട്ടും പിന്മാറാതെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ശുശ്രൂഷിച്ചുകൊണ്ട് സ്നേഹത്തിൽ കഴിയുന്ന കുടുംബ ജീവിതങ്ങളെ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെ അപൂർവമായെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയസിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സാധിക്കുന്നത്? അവർ സ്നേഹമെന്നല്ല, പരിധിയില്ലാതെ സ്നേഹിക്കുവാൻ എനിക്ക് ഈ പറഞ്ഞ ബൗണ്ടറീസ് ഒന്നും എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെയാണ് അതാണ് ഇപ്പം നമ്മൾ സ്വത്തിനെ കണ്ട് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. നാളെ ഈ പറഞ്ഞ സ്വത്ത് നമുക്കുണ്ടാകണമെന്നില്ല, അല്ലേ? ഈ അംബാനിയുടെയൊക്കെ കഥകൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം. ഓരോരുത്തരുടെ സ്വത്തുകൾ ഒരു നിമിഷത്തെ ഷെയർ മാർക്കറ്റിങ്ങിൽ ഒരു മാറ്റം സംഭവിച്ചാൽ തകർന്നടിയുന്ന സ്വത്തുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് കുടുംബങ്ങളെയൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്നുള്ളൊരു രോഗം, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് ഒരു അസുഖം വന്നാൽ മതി, ആ കുടുംബത്തെ മാത്രമല്ല വരും തലമുറയ്ക്ക് പോലും കടങ്ങൾക്ക് വരുത്തുന്ന രീതിയിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാവുന്നത്. അതുകൊണ്ട് നാളെ ഈ പറഞ്ഞ സ്വത്ത് നമ്മൾ കൊണ്ടാണ് വിവാഹജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ആ സ്വത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സ്നേഹത്തിലും കുറവുകൾ വരും. അതുപോലെ സൗന്ദര്യം, നാളെ ഈ പറഞ്ഞ കാണുന്ന സൗന്ദര്യമൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ സൗന്ദര്യം മാത്രം കണ്ട് അല്ലെങ്കിൽ അത് ആ പ്രാഥമിക ലക്ഷ്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ വിവാഹ ജീവിതം ആരംഭിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു കുറവുകൾ വരുമ്പോൾ എനിക്ക് എൻ്റെ കുടുംബജീവിതത്തിലും തകർച്ചകളുണ്ടാകും. അതുകൊണ്ട് ഇതെല്ലാം വേണ്ടതാണ്. പക്ഷേ ഏറ്റവും പ്രാഥമികമായിട്ട് പരിധിയില്ലാതെ സ്നേഹിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ സ്നേഹവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള കൃപയ്ക്കായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമാണ്. വിജയകരമായ
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി അന്നമ്മയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അന്നമ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം സ്നേഹത്തോടെ മനസ്സിലാക്കിയതോടെ കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുവിന്റെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രത്യേകമായ താലിൽ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ ശുദ്ധിയും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ നിന്റെ ഇഷ്ടമനുസരിച്ച് വിശുദ്ധരായി ചിന്തിക്കുവാൻ ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശുദ്ധിയുടെ അടയാളമായി തീരട്ടെ. കർത്താവായ സ്നേഹത്തിലെ ഇവർ പരസ്പരം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ നിശ്ചല വസ്ത്രത്താൽ മനുഷ്യനാമനെ അലങ്കരിക്കുന്ന ദാനവാനായ കർത്താവേ, ഈ മന്ത്രത്തോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും നിന്നെ ധരിക്കണമേ. ലഭിക്കണമേ. തന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തെ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിലെ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കും. സർവശക്തനായ ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടുന്ന് തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളോട് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ഭൗതികമായ
നിങ്ങൾക്കാശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. മരണമാല്യം ചാർത്തിയ നിങ്ങൾക്കാശംസകൾ. നൂറാശംസകൾ ആശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. വധൂവരന്മാരെ Looking through your window, maybe you're not home. Oh, I tried to call your number, so now I leave another message on your phone. Oh, 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 yeah. I'm not a stalker, I just gotta know how it feels when I hold you close. So tell me what you like, 'cause I'm running out of time. Promise you I'm not insane, something about you that I can't explain. I'm going out of my mind. Yeah, all I wanna do is make love to you. I'll hold you tight, treat your body right. All I wanna do is stay the night with you. I'll hold you tight, treat your body right. Yeah. I'll hold you tight, treat your body right, yeah. Staring at your picture, it's hanging on my wall. Yeah, I even called your mama to ask her how to get through to your heart. And I said, I'm not a stalker, I just gotta know how it feels when I hold her close. So tell me what she likes. കുടുംബങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്റ്റിനോ ചേട്ടായുടെ ജിൻസ് ചേച്ചിയുടെ ബ്യൂട്ടിഫുൾ വെഡിങ് റിസപ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റിനോ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കസിൻസിലൊക്കെ നമ്മുടെ ഫാൻസ് നമ്മളോട് പറഞ്ഞു തരത്തില്ലേ, ദേ ഈ ചേട്ടാനെ കണ്ടുപിടിക്കുക, ദേ ഈ ചേട്ടൻ നിനക്ക് ഒരു റോൾ മോഡലാണ്. അങ്ങനെ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരുന്ന ഒരു റോൾ മോഡലാണ് സ്റ്റിൻഡോ ചേട്ടായി. കാരണം ചേട്ടായി നേടിയെടുത്തത് ചേട്ടയുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ജോബ് ആണെങ്കിലും നല്ല എന്താ പറയണ്ടത്, ഒരു നല്ല വീട് പണിതു, അതിൻ്റെയൊക്കെ പിന്നിൽ നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ചേട്ടായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഓടി നടന്ന് എല്ലാവരുടെയും ഭയങ്കര ഒരു സഹകരണത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു റോൾ മോഡൽ തന്നെയാണ്. സോ ഭയങ്കര ഒരു പ്രൗഡോടു കൂടി ചേട്ടാനെ ഞാൻ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് അടുത്തതായി ജിൻസ് ചേച്ചി. ഞാൻ ചേച്ചിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഇന്ത്യക്കുട്ടിയാണ്. മോളി ആൻറ്റിക്കും നമ്മുടെ സ്റ്റീഫൻ അങ്കിൾക്കും ഒരു കൂട്ടായിട്ട് ചേച്ചീനെയും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ചേച്ചിനെ ഞാൻ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വരന്റെ മാതാപിതാക്കൾ തോട്ടത്തിൽ സ്റ്റീഫൻ ആൻഡ് മോളി, ഇവരെ ഞാൻ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ചേച്ചിയുടെ മാതാപിതാക്കൾ വടക്കേൽ ജോർജ് ആൻഡ് ഏലിയാമ്മ,
അവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വിവാഹം എന്നത് രണ്ട് ഹൃദയങ്ങൾ ചേർന്ന് മാത്രമല്ല, രണ്ട് കുടുംബങ്ങളും കൂടി ചേർന്നാണ്. സുന്ദർ ചേട്ടായുടെയും സഹോദരിയായ ശ്രീന ചേച്ചിനെയും കൂടി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ചേച്ചിയുടെ സിബ്ലിങ്സ് ജോസഫ്, ഭാര്യ വിദുഷ, അതുപോലെ തന്നെ ജോസ്മി ചേച്ചി, ഹസ്ബൻഡ് ജെയിംസ് എന്നിവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് ക്യാൻഡിൽസ്. ശുഭകാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. മെഴുകുതിരികൾ തെളിച്ചാണ്. എന്നും ഇവരുടെ ജീവിതം ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Talking in my sleep at night, making myself crazy. Out of my mind, out of my mind. Wrote it down and read it out, hoping it would save me. Too many times, too many times. My love, he makes it feel like nobody else, nobody else. But my love, he doesn't love me, so I tell myself, one, don't pick up the phone, you know he's only calling cause he's drunk and alone. Two, don't let him in, you have to kick him out again. Three, don't be his friend, you know you're gonna wake up in his bed in the morning. And if you're under him, you ain't getting over him. I got no rules, I count them. I keep pushing forwards, but he keeps pulling me backwards. Nowhere to turn, nowhere to turn. No, now I'm standing back from it. I finally see the pattern. I never loved, but my love, he doesn't love me, so I tell myself, I do. One, don't pick up the phone, you know he's only calling cause he's drunk and alone. Two, don't let him in, you have to kick him out again. Three, don't be his friend, you know you're gonna wake up in his bed in the morning. And if you're under him, you ain't getting over him. I got no rules, I count them. Don't pick up the phone, you know he's only calling cause he's drunk and alone. Two, don't let him in, you have to kick him out again. Three, don't be his friend, you know you're gonna wake up in his bed in the morning. And if you're under him, you ain't getting over him. I got no rules, I count them.
your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. 'Cause this is the start of something beautiful. Something beautiful. Here we stand, the world awaits. It's your love I know.